LDF കൺവീനർ ജയരാജൻ ഒരു ദിവസം ഞാൻ TV നോക്കിയപ്പോൾ പറയാം, BJP അടിച്ചു കയറി ഒരുപാട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്തും. അപ്പോ ഞാൻ നോക്കിയപ്പോ ഞാൻ വിചാരിച്ചത് സുരേന്ദ്രനാണോ, കണ്ണു തിരുമ്പി നോക്കി, അല്ല ജയരാജൻ. പിറ്റേത് അപ്പൊ ഞാൻ പറഞ്ഞു, BJP എത്ര സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വന്നാൽ അത്രയും സ്ഥലത്ത് LDF മൂന്നാം സ്ഥാനത്ത് പോകും. അതെല്ലാം സംഭവിക്കാൻ പോണത്. പിറ്റേ ദിവസം പറയുകയാണ്, BJPയുടെ സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളാണ്. പറയുന്നത് BJP പ്രസിഡന്റ് അല്ല, LDFന്റെ കൺവീനർ CPM നേതാവ് പറയാണ്. എങ്ങോട്ടാ പോകുന്നത്? ഇതെങ്ങോട്ടാ പോകുന്നത്? മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ളത് കോടികൾ. കാരുണ്യ കാർഡ് ആശുപത്രി സ്വീകരിക്കുമോ? 1500 കോടി സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കാനുണ്ട് സർക്കാർ. മാവേലി സ്റ്റോറിൽ വല്ലതുണ്ടോ? ഒന്നുമില്ല, ഒരു കുന്തമില്ല. ഞാൻ കരുതി ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അത് തള്ളി പറയുമെന്ന്. അയാൾ അതിനെ ന്യായീകരിക്കുകയാണ്. പണ്ട് ഞാൻ പറഞ്ഞു, നാട്ടുമ്പുറത്ത് ചില പ്രമാണിമാരുണ്ട്, അവരെന്ത് ചെയ്യുമെന്നറിയാമോ? മാന്യമായി ജീവിക്കുന്ന ആളുകളുടെ വീടിന്റെ മുമ്പിലേക്ക് ചില ചട്ടമ്പികൾക്ക് കള്ളു മേടിച്ചു കൊടുത്തു വിടും. എന്നിട്ട് അവൻ അവിടെ ചെന്ന് അസഭ്യവർഷം ചൊരിയും. അതുപോലെ അൻവറിനെ പോലുള്ള വായ പോലത്തെ കോടാലികളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ, രാഹുൽ ഗാന്ധി അപമാനിക്കാൻ. അപ്പൊ നിങ്ങൾ മോഡിയെ താഴെ ഇറക്കാൻ നടക്കുകയാണോ? രാഹുൽ ഗാന്ധിയെ അപമാനിക്കാൻ വേണ്ടിയാണോ നടക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുകയാണ് CPM നേതാവ്. അതിന് ഈ മുഖ്യമന്ത്രി കൊട പിടിച്ചു കൊടുക്കുകയാണ്. ജനങ്ങൾ ഇതെല്ലാം എന്തിനാ? BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛനും മോളും ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കുടുംബത്തിലേക്കാണ് പണം മുഴുവൻ വരുന്നത്. കമന്ന് വീണാൽ കാൽപ്പണമായി പൊങ്ങുന്ന അഴിമതിക്കാരനാണ് പിണറായി വിജയൻ. ഭീരുവാണ്, പേടിച്ച് വറച്ചു നിൽക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ പോലും ഉപയോഗിക്കാത്ത കടുത്ത ഭാഷയിലാണ് രാഹുൽ ഗാന്ധിയെ കേരളത്തിലെ മുഖ്യമന്ത്രി വിമർശിച്ചത്. സന്തോഷമായല്ലോ. അവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്താ കേരളത്തിന്റെ സ്ഥിതി? 3-4 LDF സ്ഥാനാർത്ഥികളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളാണ്, MLA-മാരായിരുന്നവരൊക്കെയാണ്. എന്നോട് പറഞ്ഞേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഭയങ്കര ചൂടാണല്ലോ, അതാണ്. അതല്ല, പുറത്തേക്ക് ഇറങ്ങിയാൽ പെട്ടെന്ന് സ്ത്രീകളെ കാണാൻ പറ്റൂല. അപ്പൊ തന്നെ ചോദിക്കും പെൻഷൻ എവിടെ ഇടും? 55 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാനുള്ളത്. ആർക്കൊക്കെയാ? ഭിന്നശേഷിക്കാർ, വിധവകൾ, അഗതികൾ, വാർദ്ധക്യം ബാധിച്ചവർ, അല്ലെ പാവങ്ങൾ, ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവർത്തിയില്ലാത്തവർ.